أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുകയും അവന്റെ പരലോകത്തെ ജീവിതത്തിന്റെ മുഖ്യ വിഷയമായി പരിഗണിച്ച് ഇഹലോകം പരലോകത്തിനുള്ള വിഭവ സമ്പാദന സ്ഥലമാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന വിശ്വാസികളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാത്തവന് മുഴുവൻ തികഞ്ഞ നഷ്ടത്തിലും പരാജയത്തിലുമാണ് എന്ന് അടിക്കടി നമ്മെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുകയും ആഖിറത്തിനെ നേടിയെടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൗതിക ലോകത്തിന്റെ നിസ്സാരത ബോധ്യപ്പെട്ടവനാണ്. ഇഹലോകത്തിന്റെ നശ്വരതയും ഇഹലോകത്തിന്റെ അല്പത്തരവുമൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നവനെയാണ് നമ്മൾ വിശ്വാസി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തിന് വേണ്ടി ഒരുങ്ങുകയും ഏത് സമയവും അല്ലാഹു തിരിച്ചു വിളിച്ചാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇസ്രായേലും പരിവാരങ്ങളും വന്ന് യാ സമാധാനചിത്തനായ ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് നീ തിരിച്ചു മടങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അത്തരക്കാർക്ക് മടങ്ങിപ്പോകാൻ കഴിയും. കാരണം അവർ ഭൂമിയിൽ നന്മ ചെയ്യാനുള്ള ഒരു അവസരവും അവർ നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് തന്നെ പരലോകത്ത് അവരതിനുള്ള ഫലം കൊയ്ത് ഹിസാബൻ യസീർ നേരിട്ട് വളരെ ലളിതമായ ഒരു ഹിസാബിന് ശേഷം, വിചാരണയ്ക്ക് ശേഷം വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, തങ്ങളുടെ അഖിലുകാരടുക്കലേക്ക്, കുടുംബങ്ങളടുക്കലേക്ക് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നവരായിരിക്കും അവര് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാത്ത വിഭാഗം അഥവാ ഭൗതിക ലോകത്തിന് പരിഗണന നൽകുകയും മുന്തിയ പരിഗണന നൽകുകയും പരലോകത്തെ അവഗണിക്കുകയും നാളെ അങ്ങനെ ഒരു ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടവനാണ് എന്ന വിചാരമോ വിവേകമോ ഇല്ലാതെ ദുനിയാവിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ തീർച്ചയായും പരലോകത്തെ അഗാധമായ ഖേദത്തിനും സങ്കടത്തിനും കാരണമാകും അവരുടെ ജീവിതം എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പാപങ്ങളിൽ മുഴുകി പരലോകത്തെ വിസ്മരിച്ച് ഇഹലോകത്തിന്റെ സുഖങ്ങളിൽ ആറാടി ജീവിക്കുന്ന മനുഷ്യരുടെ പരിണിതിയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിന്റെ പകുതിയിലേറെ ഭാഗവും യഥാർത്ഥത്തിൽ ചിലവഴിച്ചിട്ടുള്ളത് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ലക്ഷ്യമായി തന്നെ പറഞ്ഞത് ബഷീറും നദീറുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിശ്വാസി സമൂഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കാനും അല്ലാത്ത വിഭാഗത്തിന് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ശ്രമിച്ചതും പഠിപ്പിച്ചതും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇഹലോകത്തെ അവഗണിച്ച് ജീവിച്ചു ചെല്ലുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്ത് ആലി ഇമ്രാനിൽ കൃത്യമായി പറയുന്നുണ്ട്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറൻ, നന്മയാകട്ടെ തിന്മയാകട്ടെ ഓരോ ആത്മാവും താൻ പ്രവർത്തിച്ച നന്മകൾ ഹാജരാക്കപ്പെട്ട നിലയിൽ
അവൻ കാണുന്ന സന്ദർഭത്തിൽ വമാ അമിലത്തുഹു മിൻ സൂഇൻ, അങ്ങനെ നന്മയുടെ ആളുകൾ മാത്രമല്ല തിന്മ പ്രവർത്തിച്ച ആളുകൾ അവരുടെ തിന്മകളെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ഞങ്ങൾക്കും ആ തിന്മകൾക്കും ഇടയിൽ വലിയ വഴിദൂരമുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ആ തിന്മ ഇങ്ങ് വന്നു ചേരാതിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മാവിനെ കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകുന്നു. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ റബ്ബ് നൽകുന്നത് എന്നതിന്റെ കാരണം തന്റെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് അവൻ. നിങ്ങൾക്കും നമുക്ക് ആർക്കും താങ്ങാൻ കഴിയാത്ത അത്യധികം അഗാധമായ നരകവും അതികഠിനമായ ശിക്ഷയും കാത്തിരിക്കുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ കാരണം അതാണ്. ഒരാളെയും അള്ളാഹു നരകത്തിലേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നില്ല. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, തന്റെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണവൻ. അതുകൊണ്ട് ദുനിയാവിലേക്ക് മടങ്ങിപ്പോകാൻ അവർ ആഗ്രഹിക്കും. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ വലിയ്യിൻ മിൻ ബഅദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധിക്കാരം പ്രവർത്തിച്ചവർ ആരാണോ അവർക്ക് അതിനുശേഷം ഒരു വലിയും ഒരു രക്ഷാധികാരിയും ഉണ്ടാവുകയില്ല. വതറല്ലാലിമീന ലമ്മാ റഅഉൽ അദാബ, ആ ശിക്ഷയെ അവര് അക്രമികളായ ആളുകൾ കാണുന്ന സന്ദർഭത്തിൽ യഖൂലൂന, അവർ പറയും, അല്ലിലാ മറദ്ദിൻ മിൻ സബീൽ, ഇതിൽ നിന്ന് വഴിമാറിപ്പോകാൻ വല്ല മാർഗവുമുണ്ടോ? ഒന്ന് വഴിമാറി സഞ്ചരിക്കാൻ വല്ല മാർഗവുമുണ്ടോ ഇത് ഞങ്ങളിലേക്ക് വന്നെത്താതിരിക്കാൻ? വതറാഹും യൂറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ലി, അവരെ പ്രവാചകരെ താങ്കൾക്ക് കാണാം, അവരങ്ങേറ്റം നിന്ദതയാലും നിസാരതയാലും പേടിച്ച് വിറച്ച് നിൽക്കുന്നവരായിട്ട് കാണാം. യൻദുറൂന മിൻ തറഫിൻ ഖഫിയ്യിൻ, നരകത്തെ ഒളി കണ്ടിട്ട് ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ നേരെ നോക്കാനുള്ള ധൈര്യമില്ല അവർക്ക്. ഭീകരമായ ഭയാനകമായ നരകത്തെ ഒളി കണ്ടിട്ട് നോക്കുകയാണ് അവര്. വഖാലല്ലദീന ആമനു, അപ്പുറത്ത് വിശ്വാസികളായി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു പോകുന്നു, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു അൻഫുസുഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, യഥാർത്ഥത്തിൽ നഷ്ടമെന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വന്തത്തെയും സ്വന്തം അഹലുകാരെയും നഷ്ടപ്പെടുന്നവരാണ്. ഇന്നല്ലാലിമീന ഫീ അദാബിൻ മുഖീം, നിശ്ചയമായും അക്രമികൾ നിന്ദ്യമായ എന്നെന്നും നിലനിൽക്കുന്ന ശിക്ഷയിലാണുള്ളത് എന്നവര് വിശ്വാസികൾ ഇവരെ കണ്ടിട്ട് പറഞ്ഞു പോകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല അതിൽ നിന്ന് പിന്നെ ഒരു രക്ഷയും അവർക്കില്ല, അതിൽ നിന്നൊരു മോചനവും അവർക്കില്ല. ബലാമൻ കസബ സയ്യിഅത്തൻ, നിശ്ചയമായും ഈ സയ്യിഅത്തുകളെ തിന്മകളെ സമ്പാദിച്ചു കൂട്ടിയ ആളുകൾ വഅഹാതത ബിഹി ഖതിയതുഹു, ആ തിന്മകൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അങ്ങനെ വലയം ചെയ്യപ്പെട്ട ആളുകൾ ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകാവകാശികളാണ്. ആ നരകത്തിൽ നിന്ന് ഒരു മോചനവും അവർക്കില്ല കേട്ടോ. ഹും ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ ശാശ്വതമായി ജീവിക്കുന്നവരാണ്. ഇത് പരലോകത്തെ കുറിച്ചാണെങ്കിൽ ഭൗതിക ലോകത്തും ഈ ആളുകൾക്ക് അള്ളാഹു സമ്മാനിക്കാനിരിക്കുന്നത്, പരലോകത്തെ അവഗണിച്ചുകൊണ്ട് ദുനിയാവിലൂടെ ജീവിക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇവരൊക്കെ എത്ര സുഖകരമായിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളിങ്ങനെ വിശ്വാസവും എല്ലാ അമലസ്വാലിഹാത്തുകളുമായി ജീവിച്ച് ഞങ്ങളെ അള്ളാഹു അല്ലാതെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. അതേസമയം ഇതൊന്നും ഇല്ലാത്ത ഈ ആളുകളാകട്ടെ സുഖാഡംബരത്തിൽ മുഴുകി ജീവിതം അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേവലമായ നമ്മുടെ ധാരണ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അലം യറൗകം അഹ്ലകനാ മിൻ ഖബ്ലിഹിം, അവർ കാണുന്നില്ലേ എത്ര ജനസമൂഹങ്ങളെയാണ് ഇതിനു മുമ്പ് നാം ഭൂമിയിലേക്ക് നിയോഗിച്ചത്. മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്. മിൻ ഖർനിൻ, നൂറ്റാണ്ടുകളിലൂടെ. മക്കന്നാഹും ഫിൽ അർളി മാ ലം നുമക്കിൻ ലഹും, നിങ്ങൾക്കൊന്നും ചെയ്തു തരാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്തു. വഅർസൽന സമാ അലൈഹിം മിദ്റാറ, ആകാശത്തിൽ നിന്ന് മഴയുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരധാരയായി അല്ലാഹു ഒഴുക്കി കൊടുത്തു. വജഅൽന അൻഹാറ തജ്രി മിൻ തഹ്തിഹിം, അവർക്ക് മുകളിലൂടെ അവർക്ക് അതിനിടയിലൂടെ അവർക്ക് അരുവികൾ ഒഴുകുന്ന അരുവികൾ ഉണ്ടാക്കി കൊടുത്തു. അത് ഉൾക്കൊള്ളുന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരുടെ തിന്മകൾ കാരണം അവർ നശിപ്പിക്കപ്പെട്ടു. വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖിരീൻ, അതിനുശേഷം വേറെ തലമുറകളെ, വേറെ ജനസമൂഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊണ്ടുവരികയും ചെയ്തു. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, മനുഷ്യര് മാത്രമല്ല ഭൂമിയിലേക്ക് പരീക്ഷണാർത്ഥം ഇങ്ങോട്ട് അല്ലാഹു പറഞ്ഞയച്ചത്, ഇബ്ലീസിനെ കൂടി അല്ലാഹു വിട്ടിട്ടുണ്ട്. മനുഷ്യരെ പിഴപ്പിക്കാനും അവരെ ഭൗതികതയിൽ അടിച്ചമർത്തി നിർത്താനും അതിൽ കണ്ണുവെക്കാനും
ഈ ദുനിയാവിനോട് വല്ലാത്ത ഒരു മുഹബത്തുണ്ടാക്കാനും ഒക്കെയുള്ള എല്ലാ അർത്ഥവും പയറ്റിയിട്ട് ഇബ്ലീസിനെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കൂടി ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്നാണ്. അതിനെക്കുറിച്ച് ഖുർആൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു പിതാവും ഒരു മക്കൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിവസം. വലാ മൗലൂദിൻ വജാസിൻ അൻ വാലിദിഹി, ഒരു പിതാവിനും മക്കൾ ഉപകാരപ്പെടാത്ത ദിവസം. ഷൈഅൻ, ഒരു നിലക്കും ഉപകാരപ്പെടൂല. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. വലാ തഗുർനകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കരുത്. വലാ യഗുർനകും ബില്ലാഹിൽ ഗറൂർ, നിങ്ങളെ വഞ്ചിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആ കൊടും വഞ്ചകന്റെ ചതിയിൽ നിങ്ങൾ പെടുകയും ചെയ്യരുത്. പിശാചി നിങ്ങളെ ചതിക്കാനായി നിൽക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും അതിൽ പുലർത്തേണ്ട സൂക്ഷ്മതകളെക്കുറിച്ചും നല്ല ബോധ്യവും വിശ്വാസി സമൂഹത്തിന് ഇല്ലെങ്കിൽ തിന്മകൾ ഇങ്ങനെ വാരിക്കൂട്ടുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയകളും അതുപോലെയുള്ള ഇലക്ട്രോണിക് മീഡിയകളും ഒക്കെ യഥേഷ്ടം വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പാപങ്ങൾ, തിന്മകൾ നമ്മെ തേടി വരാൻ, നമ്മുടെ ഹസനാത്തുകൾക്ക് പകരം സയ്യിആത്തുകൾ കുന്നുകൂടാൻ, നാളെ മീസാനിൽ നമ്മുടെ സയ്യിആത്തുകൾ കുമിഞ്ഞുകൂടാനുള്ള സാധ്യതകൾ വല്ലാതെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത്, ഇന്നത്തെ ആധുനിക സമൂഹം എന്ന് പറയുന്നത് എല്ലാ അശ്ലീലതകളെയും സാമാന്യവൽക്കരിക്കുക മാത്രമല്ല, അതിനെ ആദർശവൽക്കരിക്കുക കൂടി ചെയ്യുന്ന ഒരു സമൂഹമാണ്. പണ്ടൊക്കെ നമ്മളൊരു അശ്ലീലത കണ്ടാൽ അത് അശ്ലീലമാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിച്ചിരുന്നു. തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു തന്റെ ഇടം നമ്മൾ കാണിച്ചിരുന്നു. അത് പോയി എന്നത് മാത്രമല്ല ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അശ്ലീലതകളെ സാമാന്യവൽക്കരിക്കുന്നു എന്നതും കവിഞ്ഞ് അശ്ലീലതകളെ ആദർശവൽക്കരിക്കുക, അതാണ് പുതിയ കാലം. അങ്ങനെയാ വേണ്ടത്. അതല്ലാത്തതൊക്കെ പഴഞ്ചനാണ്. നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് നിങ്ങളുടെ മുരട്ടുവാദത്തിന്റെ ഫലമാണ്, നിങ്ങളുടെ വിശ്വാസത്തിലുള്ള കേടുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിന് ഭൂഷണമായത് ഇതൊക്കെയാണ് എന്ന് മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവന് ലജ്ജയും സവിശേഷമായ ബുദ്ധിയും നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ലജ്ജ കെട്ടുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്നാണ്. ഈമാനുള്ള ഒരു മനുഷ്യന് നിർലജ്ജമായിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ കഴിയില്ല. അത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിനാണെങ്കിലും, തന്റെ റീല് ആളുകൾ കാണുന്നതിനാണെങ്കിലും, യൂട്യൂബിൽ വ്യൂവേഴ്സിനെ കൂട്ടുന്നതിനാണെങ്കിലും ശരി, മനുഷ്യൻ എന്ന രീതിയിൽ താൻ പാലിക്കേണ്ട ചില മൂല്യങ്ങളും ചില സാംസ്കാരികമായ പടവുകളും ഔന്നിത്യങ്ങളും ഉണ്ട്. അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു മനുഷ്യന്, പ്രത്യേകിച്ചും ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, മുസ്ലിം സമൂഹം കൂടുതൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം മേഖലകളിലേക്ക്. അവരിലെ ആണും പെണ്ണും ഒരു കാലത്ത് ഒരു പ്രായം കഴിഞ്ഞാലൊക്കെ കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കുമായിരുന്നു ആളുകൾ. ഇന്ന് പ്രായം കൂടുന്തോറും ഇത്തരം കാട്ടിക്കൂട്ടലുകൾക്ക് ആഴവും പരപ്പും ഒക്കെ കൂടുന്ന ഒരവസ്ഥയിലേക്ക് അവരൊക്കെ റീലുകൾ ഉണ്ടാക്കി, അവരൊക്കെ യൂട്യൂബുകളിൽ വന്ന് എന്തും വിളിച്ചു പറയുക, ഒരു ലജ്ജയുമില്ലാതെ തങ്ങളുടെ ജീവിതത്തെ പരസ്യമായി ജനങ്ങളെ മുമ്പിൽ തുറന്നു വെക്കുക. അത് ലൈംഗികമായ സംഗതികളാണെങ്കിൽ പോലും മറ്റു മനുഷ്യർ കേൾക്കുന്നതിലോ കാണുന്നതിലോ അറിയുന്നതിലോ ഒരു ലജ്ജയുമില്ലാത്ത ഒരു തലത്തിലേക്ക് പൊതുസമൂഹം മാറ്റപ്പെട്ടു എന്നത് മാത്രമല്ല, ആ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന മുസ്ലിം സമൂഹം കൂടി ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരു സംഗതിയാണ്, കുൽ, പ്രവാചകരെ അവരോട് പറയണം, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, എന്റെ റബ്ബ് നിങ്ങൾക്ക് മ്ലേച്ഛതയെ അങ്ങേയറ്റം ഹറാമാക്കിയിരിക്കുന്നു. മാ ലഹറ മിൻഹാ വമാ ബതൻ, ആ മ്ലേച്ഛതയിൽ നിന്ന് വെളിച്ചത്ത് വരുന്നതും ഗോപ്യമാകുന്നതും ഏത് തലത്തിലുള്ളതാണെങ്കിലും ശരി, വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാത്ത രീതിയിൽ അതിക്രമങ്ങളും അന്യായങ്ങളും തെറ്റും ഇസ്മും അല്ലാഹു നിരോധിച്ചിരിക്കുന്നു. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, ഒരധികാരവുമില്ലാത്ത രീതിയിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കലിനെയും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് അതില്ലാത്തത് പറയുന്നതും
യഥാർത്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനൊന്ന് പരിശോധിച്ചാൽ ഈ ഹദീസിന്റെ ഒരു ഫ്രെയിം വട്ടത്തില് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റും. അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക, തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വായിൽ തോന്നിയതൊക്കെ ദീനാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അതിന് ആളെ കൂട്ടുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ കച്ചവടവൽക്കരിക്കുന്ന ഒരു സമൂഹം. അതിനും അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്മും ബഗിയും ഫവാഹിഷും ഒക്കെ, മ്ലേച്ഛതകളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും മനുഷ്യൻ വെറുക്കുന്ന അസാൻമാർഗികമായ സംഗതികളെയും ഒക്കെ മൂല്യത്തിന്റെ പുറംപുടവ ഉടുപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തെറ്റിനെയും മ്ലേച്ഛതയെയും ചെയ്യുന്നു എന്നത് മാത്രമല്ല പുതിയ കാലത്തിന്റെ തിന്മ, അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ ഇന്ന് ഒരാണും പെണ്ണും കൂടി സംസാരിച്ചാൽ ഭൂമി കുലുങ്ങൂല, അല്ലെങ്കിൽ അവരങ്ങ് ഒരുമിച്ച് യാത്ര ചെയ്താൽ, ഒരു രാത്രി ഒറ്റയ്ക്ക് ജീവിച്ചാൽ, അവര് കല്യാണത്തിന് മുമ്പ് ആണും പെണ്ണും തമ്മിൽ ഒരു ഡേറ്റിന് പോയാൽ, അല്ലെങ്കിൽ അവരൊരു ഫോട്ടോഷൂട്ടിന് പോയാൽ, ഇതൊന്നും ദീന് പൊളിഞ്ഞു വീഴുന്ന സംഗതികളല്ല. നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നത്? ഇത് പുതിയ കാലമാണ്, ഇവിടെ ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ലളിതവൽക്കരിക്കുക മാത്രമല്ല, മൂല്യവൽക്കരിക്കുകയും ആദർശവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മുടെ അതിർവരമ്പുകൾ നമ്മൾ മായ്ച്ചു കളയുന്നു. ഇസ്ലാം വരച്ച അതിർവരമ്പുകളാണ് ഞാനും നിങ്ങളും വരച്ചതല്ല. എവിടെ നിൽക്കണം ഒരാണും പെണ്ണും തമ്മിൽ, ഏതറ്റത്തോളം നമുക്ക് പോകാം, ഏതറ്റത്തിനപ്പുറം പോകാൻ പാടില്ല എന്ന് അതിർവരമ്പ് വരച്ചു കാണിച്ചത് ഇസ്ലാമും പരിശുദ്ധ ഖുർആനുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു സത്യവിശ്വാസി അവനൊരു തെറ്റ് ചെയ്യുന്നത് ഏതുപോലെയാണെന്ന് വെച്ചാൽ, അവനൊരു തിന്മയെ കാണുന്നത് കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ, ഒരു മലയുടെ അടിവാരത്തിൽ അവൻ ഇരിക്കുന്നത് പോലെയാണ്. യഖാഫു അൻ യഖഅ അലൈഹി, മല അവന്റെ മേൽ ഇടിഞ്ഞു വീഴുമെന്ന് അവൻ പേടിക്കുന്ന ഒരവസ്ഥയിൽ, ഒരിങ്ങനെ ഏത് സമയത്തും പൊട്ടി വീഴാവുന്ന ഒരു പാറക്കല്ലിന്റെ അടിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഒരു സത്യവിശ്വാസി ഒരു തിന്മ ചെയ്യുന്നതിനെ പേടിക്കുക. അതേസമയം വഅന്നൽ ഫാജിറ യറാ ദുനൂബുഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹിയാകദ. അതേസമയം ഒരു ഫാജിറായ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു തെറ്റിനോടുണ്ടാകുന്ന സമീപനം എന്ന് പറയുന്നത് അവന്റെ മൂക്കിന്റെ മുന്നിലൂടെ പറക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ്. കഅന്നഹു കദുബാബിൻ മറ അലാ അൻഫിഹി, അവന്റെ മൂക്കിന്റെ തുമ്പിലൂടെ പറക്കുന്ന ഒരു ഈച്ചയെ പോലെ അവൻ കാണും. അത്ര നിസ്സാരമായിട്ട് ആ തെറ്റുകളെ കാണും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെറ്റുകൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, അത് തെറ്റല്ല എന്ന ഭാവേന ചെയ്യുക എന്നത് അതിനേക്കാൾ ഗൗരവത്തോടു കൂടി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലജ്ജയില്ലാത്ത നിലവിലെ ലോകം പേരിനും പ്രശസ്തിക്കും വേണ്ടി, പലപ്പോഴും പ്രശസ്തി എന്നതിന് പറയാൻ പാടില്ല, കുപ്രശസ്തിയാണ്. എല്ലാം മൈനസുകളെ, നെഗറ്റീവുകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹം. നിങ്ങൾ നോക്ക്, ആ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ജനസമൂഹങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആകട്ടെ, ഇവർക്കൊക്കെ വേണ്ടത് ഇപ്പൊ നല്ല പേരല്ല, നല്ല പേര് വേണ്ട. അത് കുപ്രസിദ്ധിയിലൂടെ ആളായാൽ മതി, അവർക്ക് വ്യൂവേഴ്സ് കൂടിയാൽ മതി. നമ്മൾ കണ്ടല്ലോ, പുതിയ തലമുറ മുഴുവൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പയ്യന്റെ പിന്നാലെ ഓടുകയായിരുന്നു. അവൻ വരുന്ന സ്ഥലങ്ങളിൽ റോഡ് ബ്ലോക്ക് ആവുന്നു, അവിടെ വാഹന ഗതാഗതം നിലച്ചു പോകുന്നു, ആളുകൾ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്താണ് ഈ ചെറുക്കൻ, എന്താണ് ഈ പയ്യൻ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന മൂല്യങ്ങൾ? ഒന്നുമില്ല, കുറെ അശ്ലീല പദങ്ങളല്ലാതെ ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിലെ ആണും പെണ്ണും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി അവരെ വീട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ സകലതിനെയും അങ്ങാടിയിലേക്കും പുറപ്പുറത്തേക്കും വലിച്ചിട്ട് ജനസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ചാനലുകൾ നിലകൊള്ളുന്നു. സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ക്യാമറകൾ ഫിറ്റ് ചെയ്ത ചാനലുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും വിചാരിക്കുന്നത് പോലെയില്ല. അതിനൊക്കെ ലക്ഷക്കണക്കിന് ഫാൻസുകൾ, ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അതുകൊണ്ടാണ് അതിലൊക്കെയുള്ള ആളുകൾ എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വന്നിറങ്ങുമ്പോൾ ലക്ഷങ്ങൾ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നതിന്റെ കാരണം അതാണ്. ലോകം എത്രമേൽ മാറിപ്പോയി. നമ്മളെ മക്കളൊക്കെ ജീവിക്കുന്നത് ഈ കെട്ട കാലത്താണ് എന്ന ഓർമ്മ നമുക്ക് നല്ലവണ്ണം ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഹൽ ഫാഹിഷത, ഈ ഫാഹിഷത്തിനെ, മ്ലേച്ഛതകളെ പരത്തുന്ന ആളുകളുണ്ടല്ലോ, അത് പരത്തുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ,
ഫില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കിടയിൽ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ, ദുനിയാവിൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, വൽ ആഖിറ, അതുപോലെ തന്നെ പരലോകത്തും, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുക്ക് അത് കൃത്യമായി അറിയാം നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന്. പക്ഷേ അത് നിങ്ങൾക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇവിടുന്ന് ഈ ആളുകളൊക്കെ, ഇവരൊക്കെ ഒരു പക്ഷേ വിശ്വാസികളാവാം, വിശ്വാസി സമൂഹത്തിലുള്ളവരാണ്, അവരവരെ അമല സ്വാലിഹാത്തുകളും കൂട്ടത്തിൽ ചെയ്യുന്നവരാണ്. പക്ഷെ ഈ ചെയ്യുന്ന തിന്മകളുടെ ആഴം അവർ അറിഞ്ഞിട്ടാണോ ഈ ചെയ്തു കൂട്ടുന്നത്? അവര് നാളെ ഇവിടുന്ന് പോകും, ഇവർ ഈ ചെയ്തത് മാത്രം ഇവിടെ ബാക്കിയാവും. തലമുറകളിലൂടെ അവരുണ്ടാക്കിയ ഈ ദുഷിപ്പും ഈ ഫാഹിഷത്തും ഈ ഇസ്മും ഈ ബഗയുമൊക്കെ സമൂഹത്തിൽ തലമുറകൾ ഏറ്റെടുത്ത് നടത്തും. പിന്നെ അതവർ പരലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സത്യവിശ്വാസികൾ പറഞ്ഞ സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞില്ലേ, വമാ അമിലത്തി മിൻ സൂഇൻ, അവർ ആ തിന്മകളെ കാണുന്ന സന്ദർഭത്തിൽ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ ഇത് എവിടുന്ന ഇത്ര ഒരു ജബല് പോലെ, ഒരു മല പോലെ, ഞാനൊരു 5 മാസം 6 മാസം അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വിട്ട ഒരു സാധനമാണിത്. പക്ഷെ ഇതാ ഉഹുദ് മലയേക്കാളും കൂടുതൽ തിന്മയായി എന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവൻ ആഗ്രഹിച്ചു പോകും, വലിയ വഴി ദൂരം ഇതിനിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമികമായ അതിർവരമ്പുകൾക്കിടയിൽ നമ്മളും നമ്മളെ കുടുംബവും നമ്മളെ മക്കളും ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആൺ പെൺ കൂടിച്ചേരലുകൾക്ക് അതിർവരമ്പുകൾ നഷ്ടപ്പെട്ട കാലമാണ്. ക്യാമ്പസുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ ഇസങ്ങളും സിദ്ധാന്തങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ അതിന്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിനെതിരെ വിരൽ ചൂണ്ടുന്നവരാണ് യഥാർത്ഥത്തിൽ പിന്തിരിപ്പൻ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. നമ്മൾ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ബോർഡ് കാണും. ആ ബോർഡിന്റെ പ്രമേയം തന്നെ ആണും പെണ്ണും കൂടിച്ചേരൽ ഈ ക്യാമ്പസിൽ ഒരു തെറ്റല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ, നിങ്ങളെ ശരീരം ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാം. അതൊരു തെറ്റല്ല. അതെന്റെ അവകാശമാണ്, എന്റെ ശരീരം എന്റെ അവകാശമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം. മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശമാണ്. അത് ഞാൻ ഉപയോഗിച്ച രീതിയിൽ, ഉദ്ദേശിച്ച രീതിയിൽ നടക്കും. അതിനപ്പുറത്തേക്ക് പോയി LGBTQ എന്നൊക്കെ പറഞ്ഞ് ആൺപെൺ വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ ദുരാചാരങ്ങളെയും രോഗങ്ങളെയും ഒക്കെ സാമാന്യവൽക്കരിക്കുക. അതിന് ലെസ്ബിയൻ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ എന്തൊക്കെ പേര് വിളിച്ചാലും ശരി, അതിനെ ആദർശവൽക്കരിക്കുന്ന ഒരു സമൂഹം. ഒരാണിന് കല്യാണം, ആണിനെയാണ് കഴിക്കാൻ തോന്നുന്നതെങ്കിൽ അവർ കഴിച്ചോട്ടെ, നിങ്ങൾ അതിന് എതിർക്കണ്ട. ഒരു പെണ്ണും കൂടി ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. എങ്ങനെ വേണമെങ്കിലും കുത്തഴിഞ്ഞ ജീവിതം, അരാജകത്വത്തിന്റെ, ഫാഹിഷത്തിന്റെ, നെറികേടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജീവിതം വകവെച്ചു കൊടുക്കുന്ന ഒരു സമൂഹം അവിടെ കൊണ്ട് തീരുന്നില്ല. ഇതൊക്കെ നമ്മുടെ വീടകങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും അരിച്ചരിച്ച് കയറുന്നുണ്ട് എന്ന് അറിയാതെ പോകുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. പലതര ക്യാമ്പസുകളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ നമുക്കുണ്ട്. ആ കുട്ടികളെ ഒക്കെ ഇസ്ലാമികമായ ചിട്ടവട്ടത്തിനകത്ത്, ഇസ്ലാമികമായ ബെൽറ്റിനകത്ത് നമ്മൾ കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ, കെട്ടിയിടുക എന്നത് ഞാൻ ഉദ്ദേശിച്ച അവരെവിടെ പറക്കാതിരിക്കാനല്ല, അവരാകാശത്തോളം പറക്കട്ടെ. പക്ഷെ ആ പറക്കുന്നതിനിടയിൽ ഒരു ഇസ്ലാമികമായ ഒരു അന്തരീക്ഷവും വിചാരവും വിശ്വാസവും ഒക്കെ അവരുടെ ഉള്ളില് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തണം. അല്ലെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അവനോ അവളോ ഒക്കെ വരുമ്പോ നമ്മൾ അറിയാത്ത രീതിയിൽ അവർ മാറിയിട്ടുണ്ടാകും. നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാദഗതികളുമായി അവർ നമ്മുടെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആണും പെണ്ണും തമ്മിൽ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം, ആണുങ്ങളായ സത്യവിശ്വാസികളോട് പറയണം, സ്ത്രീകളെ കാണുമ്പോൾ യഗ്ദൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് സംസ്കാരം. നമ്മൾ സംസ്കാരം എന്നതിനെ മാറ്റിപ്പണിയാൻ, ഇതാണ് സംസ്കാരം. ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു ബോധവാനാണ്. വഖുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസികളോട് പറയണം, യഗ്ദുന മിൻ അബ്സ്വാരിഹിന്ന, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. വയഹ്ഫദന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. വിശദമായ ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണത്. വിശ്വാസിയായ ആണും പെണ്ണും തമ്മിൽ എവിടെയാണെങ്കിലും, അത് കല്യാണത്തിന്റെ സദസ്സിലാണെങ്കിലും ഇസ്ലാമികമായ സദസ്സിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും മറ്റല്ലാത്ത ഇനി കൂടിച്ചേരല് പറ്റുമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ച കുറെ ഇടങ്ങളുണ്ടല്ലോ, ആ ഇടങ്ങളിലൊക്കെ ഈ നിയമവും നിർദ്ദേശവും ബാധകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മറ്റൊരായത്തിൽ
പറഞ്ഞു, വലാ തബർറുജന തബർറുജൽ ജാഹിലിയത്തിൽ ഊലാ, വൃത്തികെട്ട ജാഹിലിയത്തിന്റെ സിദ്ധാന്തങ്ങളും അതിന്റെ സാമ്പ്രദായിക രീതികളും നിങ്ങൾ ഒരിക്കലും ഏറ്റെടുത്ത് നടത്തുന്നവരാകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റാറ്റസിന് വേണ്ടി എന്റെ ഏതെങ്കിലും ഒക്കെ ഈ സ്ത്രീകളൊക്കെ പലപ്പോഴും അവരുടെ സ്റ്റാറ്റസുകൾ പോലും പുരുഷന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും ഔറത്ത് പോലും മറക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ വരുന്നത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹത്തിന് മുമ്പ് പുതിയ കുറെ ആചാരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് അത് പലപ്പോഴും ക്യാമറാമാന്മാരാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ വീഡിയോഗ്രാഫറാ തീരുമാനിക്കുക. അവിടെ ഒക്കെ നമുക്കൊരു നയവും പോളിസിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമികമായ ഒരു അതിർ വരുമ്പ് ഒരു മര്യാദ എല്ലാ കുടുംബങ്ങളും അത് പാലിക്കാൻ നിർബന്ധിതരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കലാലയങ്ങളിലെ അവസ്ഥ, അവിടെ നിന്നൊക്കെ വന്ന് നേരത്തെ പറഞ്ഞ ഈ ആണും പെണ്ണും കെട്ട ജീവിതവും പലപ്പോഴും സമൂഹത്തിന്റെ രീതിയായി ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അത്രമേൽ ദുഷിച്ച ഒരു സമൂഹം ഭൂമിക്ക് മുകളിൽ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ്. ലോകത്ത് ആണുങ്ങളുടെ അടുത്തേക്ക് പുരുഷന്മാരുടെ സമീപിക്കുന്ന ഒരവസ്ഥയാണല്ലോ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച നിങ്ങളെ ഇണകളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു. ബൽ അൻതും ഖൗമുൻ ആദൂൻ, എന്നിട്ട് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ വല്ലാതെ അതിര് കവിഞ്ഞു പോയ ഒരു സമൂഹമാണ് കേട്ടോ. മാത്രമല്ല ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് ഉപദേശിച്ചു, വലൂത്തനീദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിൻ ആലമീൻ നിങ്ങൾ വല്ലാത്ത ഒരു സമൂഹം. ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നു. ഇതിനു മുമ്പ് ലോകത്ത് ഒരു മനുഷ്യരും ചെയ്തിട്ടില്ലാത്ത അങ്ങേയറ്റം വൃത്തികേടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി തന്നെ ഖുർആൻ പഠിപ്പിച്ചു. ഫലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന അവരിൽ എത്തിയപ്പോൾ ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, മുകൾ ഭാഗം അങ്ങ് മറിച്ചു കളഞ്ഞു, അവരെ മുകളിലുള്ളവരെ താഴ്ഭാഗത്താക്കി കളഞ്ഞു. വഅംതർനാ അലൈഹിം ഇജാറത്തൻ മിൻ സിജ്ജീൽ, സിജ്ജീൽ മൻദൂദ്, ചുട്ടെടുത്ത അട്ടിയായി വെച്ച ചുട്ടെടുത്ത മൺകട്ടകൾ അവരെ മേൽ വർഷിപ്പിച്ചു. അല്ലാഹു മുസവ്വമ, അട്ടിയാക്കി വെച്ച ഇൻദ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്, അവർക്കിനി വരാനിരിക്കുന്ന ശിക്ഷകളും അങ്ങേയറ്റം വിദൂരമല്ല കേട്ടോ. അക്രമികൾക്കുള്ള ശിക്ഷ വളരെ സമീപസ്ഥമാണ് എന്ന് കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ഈ മൊബൈൽ മാത്രം മതി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി നിൽക്കാൻ. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ അതിൽ ചെലവഴിക്കുന്നു? ആ ചെലവഴിക്കുന്നതിൽ എത്ര ശതമാനം ഫാഹിഷത്തുണ്ട്, സയ്യത്തുണ്ട്, ഇസ്മുണ്ട്. ബിർറ് മാറ്റി നിർത്തും നിങ്ങൾ. ബിർറയിൽ എത്രയുള്ളത് നമുക്കൊക്കെ അറിയാം, നല്ല ഗുണങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ. പക്ഷേ ഇതിൽ ബഹുഭൂരിഭാഗവും വെറുതെ ഫാഹിഷത്തും ഇസ്മും ബഗിയും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും അതിങ്ങനെ നമ്മൾ കണ്ട് ആസ്വദിച്ച് നമ്മളെ വാദം എന്താ, ഞാനതിലൊന്നുമില്ല, നമ്മളതിലൊന്നുമില്ലല്ലോ, ഞാൻ റീൽ ഉണ്ടാക്കുന്നില്ല, ഞാൻ യൂട്യൂബിലില്ല, ഞാൻ വേറൊരു സാധനത്തിലില്ല. പക്ഷേ ഞാനതിന്റെ പ്രചാരകനാണ്, ഞാനതിന്റെ വ്യൂവേഴ്സിൽപ്പെട്ടതാണ്, ഞാനതിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, ഞാൻ അതിന് ലക്ഷങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ആ ഇസ്മിന്റെയും ഫാഹിഷത്തിന്റെയും ഒക്കെ പങ്ക് നമുക്ക് കൂടി നാളെ പരലോകത്ത് പടച്ചു തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലാ തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പരസ്യമായതോ രഹസ്യമായതോ ചെറുതോ വലുതോ ഒളിഞ്ഞതോ നേരെ നിൽക്കുന്നതോ ആയ ഒരു ഫാഹിഷത്തിലേക്കും നിങ്ങൾ അടുക്കാൻ പാടില്ല. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ അതിലേക്ക് അടുക്കരുത്. അതേപോലത്തെ ഫാഹിഷത പറഞ്ഞത്, അതേപോലെയാണ് ഫാഹിഷത്തിനെ പറഞ്ഞത്. കാരണം അത് വസാഅ സബീല, വളരെ മോശമായ ഒരു സംഗതിയാണ്. ഇതിന്റെ ഒക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നമ്മളൊക്കെ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരു കാണുന്നതിൽ നിന്നും മറിച്ചേക്കാം. ചിലപ്പോൾ ഉമ്മയും ബാപ്പിയായിരിക്കും, ചിലപ്പോൾ ജ്യേഷ്ഠാനുജന്മാരായിരിക്കും, ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ മൂലയരായിരിക്കും, പള്ളിയിലെ ഇമാമായിരിക്കും. ഇവരൊന്നും കാണാൻ പാടില്ല. അവർ കാണുമ്പോൾ നമുക്ക് ലജ്ജയാണ്, അതെല്ലാം ഇങ്ങനെ വിളിച്ചു. ഇതല്ല ലജ്ജ എന്ന് പറയുന്നത്. അല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ അത് എന്നിൽ അന്തർലീനമായിട്ടുണ്ടാകേണ്ടതാണ്. ആ ലജ്ജയുടെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് എന്റെ റബ്ബിനെ ഞാൻ പേടിക്കുക,
എന്റെ റബ്ബിനോടുള്ള എനിക്ക് ലജ്ജയാണ്. സഈദ് ഇബ്നു യസീദ് അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അന്ന റജുലൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പറഞ്ഞു, ഔസീനി യാ റസൂലല്ലാഹ്, എനിക്ക് ചില ഉപദേശങ്ങൾ തരണം റസൂലേ. ഖാല ഊസീക അൻ തസ്തഹിയില്ല അസ്സ വജല്ല കമാ തസ്തഹി റജുലൻ സ്വാലിഹൻ മിൻ ഖൗമിക. നീ അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജ കാണിക്കണം. നിന്റെ സമൂഹത്തിലെ ഏറ്റവും സ്വാലിഹായ മനുഷ്യനെ കാണുമ്പോൾ നീ ലജ്ജിക്കുന്നത് പോലെ. നമ്മൾ സാധാരണ ചെയ്യുന്ന പണിയുണ്ടല്ലോ, പള്ളിയിലെ ഖതീബോ ഇമാമോ വരുമ്പോ നമ്മളതാണ് പൂട്ടിയേക്കും, ഇയാളിത് കാണാൻ പാടില്ല. അല്ലെങ്കിൽ സ്വാലിഹായ ഒരു മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ ഏയ് വേണ്ട, അയാള് മറ്റേ ആളാ, ഒന്ന് നിർത്തിക്കളാം. അങ്ങനെ അതല്ല ലജ്ജ. അയാളെ കാണുമ്പോൾ നീ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ നീ ലജ്ജ പ്രകടിപ്പിക്കണം. അതാണ് ലജ്ജ. ഇതില്ലെങ്കിൽ ആ സമൂഹത്തിന്റെ നാശമാണ്. അവസാനം പോയി വിടുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ, ഒരു സമൂഹത്തെ അല്ലാഹു നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അമർന മുത്രഫിഹ, അങ്ങോട്ട് വരസിക്കോ എന്ന് പറയും. ഓടാ, അങ്ങനെ വിട്ടോ, നീ അങ്ങോട്ട് പോ, ആ കയറിന്റെ അറ്റം ഞാൻ നോക്കട്ടെ, നീ എത്രത്തോളം പോകും നോക്കട്ടെ. അമർന മുത്രഫിഹ, ഇത് വ്യക്തിക്കും ബാധകമാണ്, സമൂഹത്തിനും ബാധകമാണ്. അങ്ങ് അഴിച്ചുവിടും. എന്നിട്ടോ അമർന മുത്രഫിഹ ഫഫസഖൂ ഫിഹ, അവൻ അതിലങ്ങ് മതോന്മത്തനായി ജീവിക്കും. ഫഹഖ അലൈഹിൽ ഖൗൽ, അല്ലാഹുവിന്റെ അംറവന്റെ മേൽ വരും. ഫദമ്മർനഹാ തദ്മീറ, അവനങ്ങ് പൊടിയാക്കി കളയും അല്ലാഹു സുബ്ഹാനഹു വ തആല. സമൂഹങ്ങളുടെയും നാശം, വ്യക്തിയുടെയും നാശം ഈ ജീവിത രീതി സ്വീകരിക്കുന്നവർക്ക് ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിന്റെ അതിർവരമ്പുകൾ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും അതിർവരമ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അതിന്റെ വീണ്ടെടുപ്പാണ് ഉമ്മത്ത് മുസ്ലിമയിലെ വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.